ഉത്രം പടയണി മഹോത്സവത്തിന്റെ ഭാഗമായി കോലങ്ങൾ ഉറഞ്ഞാടി. കായംകുളം കൃഷ്ണപുരം നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ക്ഷേത്രത്തിലാണ് പടയണി അരങ്ങേറിയത്. കായംകുളം കൃഷ്ണപുരം നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ദേവീക്ഷേത്രത്തിലാണ് പടയണി കോലങ്ങൾ നിറഞ്ഞാടിയത്. ഒറ്റപ്പാളയിൽ വിരിയുന്ന പിശാചുകോലം മുതൽ 21 പാളയിൽ വിരിയുന്ന ഭൈരവിക്കോലം വരെ ഇക്കുറി കളത്തിലെത്തി. പ്രകൃതിദത്തമായി നിറങ്ങൾ ഉപയോഗിച്ച് വരച്ച പാളക്കോലങ്ങൾ ചൂട്ടിന്റെ മാത്രം വെളിച്ചത്തിൽ ദൃശ്യമാകുന്നത് കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു. രാത്രി ഉടനീളം കത്തിക്കാനുള്ള ചൂട്ടുകൾ ഭക്തർ വഴിപാടുകളായി സമർപ്പിച്ചു. പ്രസന്നകുമാർ തത്വമസിയായിരുന്നു പടയണി ആചാര്യൻ. അപ്പൊ പടയണി വെട്ടം എന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും അവിടെ പൂർവികരവിടെ പടയണി ചെയ്തിരുന്നു. 1924 ഏതാണ്ടൊരു ഡേറ്റ് ഞാൻ അവിടുത്തെ നോട്ടീസിൽ കണ്ടു. അവിടെ ഉണ്ടായിരുന്നത് നിന്നുപോയതാണ്. അപ്പൊ അത് പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങളുടെ അരുൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ പോയി തുടക്കത്തിൽ ദക്ഷിണയൊക്കെ വാങ്ങിച്ചെങ്കിലും 13 പേരെ പടയണി വെട്ടക്കാരായ 13 പേരെ അവിടെ അരങ്ങേറ്റം നടത്തി അവരെ പടയണിക്കാരാക്കി. ഒരു 2 പേരെ അവിടെ അരങ്ങേറാൻ കഴിഞ്ഞില്ല. അതിൽ ഒരാളങ്ങ് ഗൾഫിൽ കുടുങ്ങിപ്പോയി യുദ്ധത്തിന്. കഴിഞ്ഞ 1 വർഷമായി പടയണി പരിശീലിച്ചു വരുന്നവരുടെ അരങ്ങേറ്റം ഉൾപ്പെടെ നടക്കുകയും ചെയ്തു. വിശ്വാസികളുടെ ആഗ്രഹ പൂർത്തീകരണമാണ് ഇവിടുത്തെ പടയണി. ക്ഷേത്രത്തിൽ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന ഈ അനുഷ്ഠാനത്തിൽ നിരവധി ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്ന് വന്ന് പങ്കെടുക്കുന്നുണ്ട്. ഏവരെയും ഹൃദയപൂർവ്വം ഈ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പുലവൃത്തം, തപ്പുമേളം, അതുപോലെ നിരവധി കോലങ്ങൾ കാപ്പൊലിച്ച് തുള്ളുന്നുണ്ട്. അതെല്ലാം കാണുവാനും അതൊക്കെ ചൂട്ടിൻ്റെ പ്രഭയിൽ അതിൻ്റെ സംസ്കാരം സ്വീകരിക്കാനും ആണ് ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.